ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നോഹയുടെ ഒരു കാലം പ്രളയത്തിൻ്റെ ഒരു കാലമാണ്. ആ പ്രളയത്തിൻ്റെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്നത് പ്രളയത്തിൻ്റെ ഒടുവിൽ അവർ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ എന്ത് ചെയ്തു? ഉറച്ചു എന്ന് കാണുന്നുണ്ട്. പെട്ടകത്തിൻ്റെ ആ പ്രളയം വല്ലാത്ത അലച്ചിലായിരിക്കാം, വല്ലാതെ ഉലഞ്ഞും അലഞ്ഞുമാണ് അവർ പോയത്. പക്ഷേ എല്ലാ ഉലച്ചിലുകൾക്കെയും അലച്ചിലുകൾക്കും ഒടുവിൽ ദൈവം അവരെ പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിൽ എന്ത് ചെയ്തു? ഉറപ്പിച്ചു. അലയാനൊരു കാലമുണ്ടെങ്കിൽ ഉറപ്പിക്കപ്പെടാനൊരു കാലമുണ്ട്. അലയുന്നൊരു കാലമുണ്ടെങ്കിൽ ഉറപ്പിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. ദൈവം കാലം മാറ്റും. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നു, ദൈവം അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വിളിക്കുന്നു. പക്ഷേ നീണ്ട 25 വർഷങ്ങൾ മക്കളില്ലാത്തൊരു കാലമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മക്കളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നൊരു കാലം വരും. ഈ സമയത്ത് ദാമ്പത്യത്തിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. പിതാവേ, മക്കളില്ലാത്ത കാലമുണ്ടെങ്കിൽ ഹന്നായുടെ കാലം മാറ്റിയ ദൈവം ഈ മക്കളുടെ കാലം മാറ്റണേ. യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. ആമേൻ പറഞ്ഞ് സ്തുതിച്ചേ. അബ്രഹാമിന് മക്കളില്ലാത്തൊരു കാലം, പിന്നെ മക്കളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലം. പിന്നെ നമ്മൾ കാണുന്നു 13-ാം അധ്യായത്തിൽ ലോത്ത് എല്ലാം കൊണ്ടുപോയ ഒരു കാലം. എന്നാൽ ഉൽപ്പത്തി 24-ൽ അബ്രഹാം വയസ്സ് എന്ന വൃദ്ധനായി ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചൊരു കാലം. നഷ്ടപ്പെട്ടതെല്ലാം ഒരു കാലമുണ്ടെങ്കിൽ മടക്കിയെടുക്കുന്നൊരു കാലമുണ്ട്. നഷ്ടത്തിൻ്റെ ഒരു കാലമുണ്ടെങ്കിൽ, എല്ലാം പോകുന്നൊരു കാലമുണ്ടെങ്കിൽ എല്ലാം മടക്കിത്തരുന്നൊരു കാലമുണ്ട്. ദൈവം കാലം മാറ്റുന്ന ദൈവമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ കാലങ്ങളെ മാറ്റുന്ന ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു മകനുണ്ടായി ഇസ്ഹാക്കിൻ്റെ കാലത്ത് നമ്മൾ പഠിക്കുന്നു, ഇസ്ഹാക്ക് ഒരു കിണർ കുഴിച്ചു. ഫലസ്തീൻ വന്ന് ശണ്ടയിടുകയാണ്. അവൻ മാറിപ്പോയി കിണർ കുഴിച്ചു, വീണ്ടും വന്ന് ശണ്ടയിട്ടു, മാറിപ്പോയി കിണർ കുഴിച്ചു, വീണ്ടും വന്ന് ശണ്ടയിട്ടു. പക്ഷേ കാലം മുമ്പോട്ട് പോയപ്പം കാണുന്നു, ഇസ്ഹാക്ക് ഒരു സ്ഥലത്ത് എന്ന് കിണർ കുഴിച്ചു, അവരവിടെ ശണ്ടയ്ക്ക് വന്നില്ല. അവൻ ആ സ്ഥലത്തിന് പേരിട്ടു രഹബോത്ത്. എനിക്ക് ദൈവം എനിക്ക് ഇടം തന്നു എന്ന് പറഞ്ഞ് രഹബോത്തൊന്ന് പേരിട്ടു. ശണ്ടയുടെ ഒരു കാലമുണ്ടെങ്കിൽ സ്വസ്ഥതയുടെ ഒരു കാലമുണ്ട്. ശണ്ടയുടെ ഒരു കാലമുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഒരു കാര്യമില്ലാത്ത ശണ്ടകൾ. അത് വീടിനകത്തുനിന്ന് ഒരിക്കൽ, പിന്നെ മക്കളുടെ, പിന്നെ അയൽവക്കത്തുനിന്ന്, എവിടെയും ശണ്ട. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സ്വസ്ഥതയുടെ ഒരു രഹബോത്തിൻ്റെ ഒരു കാലമുണ്ട്. ദൈവം കാലം മാറ്റുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കാലങ്ങളെ ദൈവം മാറ്റും. രഹബോത്തിൻ്റെ ഒരു കാലം. യാക്കോബ്, ഇസ്ഹാക്കിന് 2 മക്കളുണ്ടാകുന്നു, ഏശാവും യാക്കോബും. ദൈവജനം അറിയുന്ന മക്കളാണ് എൻ്റെ മുമ്പിൽ, ഏശാവും യാക്കോബും. ഇവർ തമ്മിൽ പടലപണക്കം തുടങ്ങി. അത് സിബ്ലിംഗ് റിവൽറിയുടെ, സഹോദരങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്ത രൂപമാണ് ഏശാവും യാക്കോബും. സിബ്ലിംഗ് റിവൽറി എന്ന് പറയുന്ന ഒന്നുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും അവളോടാണ് ഇഷ്ടം. ചിലർക്കൊക്കെ നേരെ തിരിച്ചാണ്, അപ്പന് മോളോടും അമ്മയ്ക്ക് മോനോടും ഇഷ്ടം. ചിലർക്ക് ഇളയതിനോട് ഇഷ്ടം, മൂത്തതിനോട് ഇഷ്ടമില്ല. അതുകൊണ്ട് ഭയങ്കര വൈരാഗ്യം മനസ്സിൽ വരുന്നതിൻ്റെ തെളിവാണ് ഏശാവും യാക്കോബും. അവർ തമ്മിൽ പിണങ്ങി മാറിപ്പോയി. യാക്കോബ് ഒത്തിരി ചേട്ടനെ പേടിച്ച് ഓടിപ്പോയി. ഒടുവിൽ നിവൃത്തിയില്ലാതെ തിരിച്ചു വരികയാണ്. ഒരു രാത്രിയിൽ ഇപ്പുറത്ത് ഇന്നിട്ട് അന്ന് ദൂതനൊക്കെ തന്നെ മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഏശാവ് വന്നിട്ട് അനിയനെ കണ്ടപ്പോൾ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നുണ്ട്. അപ്പം ഏശാവ് പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ മുഖം, ബൈബിൾ എടുക്കാൻ സമയമില്ല, ദൈവദൂതൻ്റെ മുഖം പോലെ കാണുന്നു. ഒരു കാര്യം ഓർക്കുക, പിണങ്ങാനൊരു കാലമുണ്ടെങ്കിൽ ഇണക്കത്തിൻ്റെ ഒരു കാലമുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, അവൻ നിരപ്പിക്കുന്ന ദൈവമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടപ്പിറപ്പുകൾ തമ്മിൽ വർഷങ്ങളായി മിണ്ടാതിരിക്കുന്ന ചിലരുടെ മേൽ മഞ്ഞുരുകുന്നത് പോലെ ആ പിണക്കം ഉരുകി മാറട്ടെ. മഞ്ഞുരുകുന്ന കൂടപ്പിറപ്പുകളുമായിട്ട് അകന്നിരിക്കുന്നവർ ഇന്ന് രാത്രി ഫോൺ ചെയ്യണം. ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളടച്ച് അങ്ങനെ പറയുമ്പോൾ ഒരാൾ കൈ ഉയർത്തേണ്ട, എല്ലാവരും കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ ഇടയിലുള്ള സകല പിണക്കങ്ങൾ ഒരാൾ പോലും ഇല്ലാതെ, കാരണം അതൊരു പരസ്യവേദി പറയേണ്ട കാര്യമല്ല. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പിണക്കങ്ങൾക്ക് അന്ത്യം കുറിക്കുകയാണ്. കർത്താവ് സീസണെ മാറ്റും. പിണങ്ങാനൊരു കാലം, ഇണങ്ങാനൊരു കാലം. പിണങ്ങാനൊരു കാലം, ഇണങ്ങാനൊരു കാലം. ഏശാവ് യാക്കോബ് അവർ ഇണങ്ങിയതായിട്ട് കാണുകയാണ്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു, യാക്കോബിൻ്റെ ചരിത്രത്തിൽ തൻ്റെ മക്കൾ നഷ്ടപ്പെടുകയാണ്. ജോസഫ് പോവുകയാണ്. ജോസഫ് സഹോദരന്മാരാൽ ദൂഷിക്കപ്പെടും. അങ്ങനെ തൻ്റെ യാത്ര ഇങ്ങനെ പോകുമ്പോൾ തിരിച്ച് കൊണ്ടുവന്നിട്ട് സഹോദരന്മാർ വന്നിട്ട് ഒരു തുണിക്കഷ്ണം കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മകൻ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അന്ന് മുതൽ ഈ അപ്പൻ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. എൻ്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിൽ. ചെറിയ കരച്ചിലല്ല. എളിയദാസനെ ഒരു അപ്പച്ചനും കാണാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എന്നെ വിളിച്ചുകൊണ്ട് പോയി. അതോ ശനിയാഴ്ചയോ? മനസ്സിൽ നിന്ന് ആ ദുഃഖം മാറിയിട്ടില്ല.
85 വയസ്സുണ്ട് അപ്പച്ചന്. 35 വർഷം മുമ്പ് അമേരിക്കയ്ക്ക് പോയ മോനെപ്പറ്റി ഒരു വിവരവും ഇല്ല. അവൻ ഉണ്ടെന്നറിയാം, ഒരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പച്ചനെ ചിന്തിച്ച് ഓർമ്മ പോയി. അപ്പച്ചൻ കാർക്കശ്യകതയുള്ളൊരു മിലിറ്ററിക്കാരനായിരുന്നു. അതാണോ അവൻ പോയത്? അപ്പച്ചന് സംശയം. ഞാൻ അവനെ അതൊന്നും സ്നേഹിച്ചൊന്നുമില്ല, ഒത്തിരി അങ്ങ് വഴക്ക് പറയാനും നന്മയ്ക്കാനും. എടി എത്ര നാളായിടി അവൻ പോയിട്ട്? അമ്മച്ചോട് ചോദിക്കുന്നു. 5 വർഷമല്ലേ? 35 വർഷമായി. പാഷ അവൻ വരുമോ? വരാൻ വേണ്ടി പാഷൊന്ന് പ്രാർത്ഥിച്ചാൽ വരും. അതിനാ ഞാൻ വിളിപ്പിച്ചത്. അമ്മച്ചി അപ്പച്ചനും നോക്കിയിരിക്കുക, ഒരു മോനെ നോക്കി. രാജൻ കൊലക്കേസിൻ്റെ ആ ഒരു സംഭവ പരമ്പരയിൽ ആ അമ്മ പുലമ്പുമാരെന്നാണ് പറയുക. ഓരോ മക്കളെ കാണുമ്പോൾ ഇവൻ്റെ കൂടെ കൊള്ളോടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ഈ അപ്പന് ഒരു ചിന്തയില്ല അവൻ്റെ കല്യാണം നടത്തണം. രാജൻ്റെ കല്യാണത്തിന് വേണ്ടി ഇന്നും അമ്മ പറയുമായിരുന്നു അപ്പനൊരു ചിന്തയില്ലെന്ന്. ആ മക്കളെ നഷ്ടപ്പെട്ടവർ ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചുപോയ മക്കളുടെ വേർപ്പുള്ള ഉടുപ്പ് കഴുകാതെ തലവണക്കീഴെ വെച്ചേക്കുന്നത്. ആ വേർപ്പെടുത്ത് മണപ്പിക്കും. ഇങ്ങനൊരു മനുഷ്യൻ മകനെ ഓർത്ത് കരയുക. എൻ്റെ മോനെ ജോസഫേ, നീ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലൊന്ന് അറിഞ്ഞാൽ. മരിച്ചെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഡെത്ത് സർട്ടിഫിക്കറ്റ് പോയിട്ട് മിസ്സിങ് ആണെങ്കിൽ കിട്ടത്തില്ല മക്കളെ. അതിന് ഒത്തിരി വർഷം എടുക്കും, ഭയങ്കര പ്രൊസീജിയറാണ്. പക്ഷെ നീ ഉണ്ടോ ഇല്ലയോ അറിയില്ല. മകനെ ഓർത്ത് കരയാനൊരു കാലം ഉണ്ടെങ്കിൽ മകൻ അയച്ച രഥം കണ്ട് ചൈതന്യപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, മക്കളെ ഓർത്ത് കരയുന്നൊരു കാലമുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് ചൈതന്യപ്പെടുന്നൊരു കാലം വരും. മക്കളെ ഓർത്ത് കരയാനൊരു കാലമുണ്ടെങ്കിൽ മകൻ അയച്ച രഥം കണ്ട് ചൈതന്യപ്പെട്ടു. മകൻ നഷ്ടപ്പെട്ടപ്പോൾ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കാൻ ആരാ ഉള്ളേ? എൻ്റെ കണ്ണ് ആര് തിരുമ്മി അടയ്ക്കും? പക്ഷേ ഏറ്റവും ഒടുവിൽ അപ്പൻ മരിക്കുമ്പോൾ ജോസഫും തൻ്റെ മക്കളും ഒക്കെ അടുത്ത് ഇന്ന് കട്ടിന്മേൽ കാല് കയറ്റി വെച്ച് ഈ മക്കളുടെ സാന്നിധ്യത്തിൽ മരിക്കുമ്പോൾ മക്കളെ ഓർത്ത് കരയാനൊരു കാലമുണ്ടെങ്കിൽ മക്കളെ മുഖാന്തരം ചൈതന്യപ്പെടാനൊരു കാലം വരും. ഇന്ന് രാത്രി ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന ചിലരെ ദൈവാത്മാവ് കാണുകയാണ്. നിൻ്റെ കണ്ണീരെല്ലാം എൻ്റെ തുരുത്തിയിലുണ്ട്, എൻ്റെ കണ്ണീരെല്ലാം എൻ്റെ തുരുത്തിയിലുണ്ട്. നിൻ്റെ കുഞ്ഞിൻ്റെ അനുഗ്രഹം കണ്ട് ചൈതന്യപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എൻ്റെ കുഞ്ഞിൻ്റെ നല്ല വാർത്തകൾ കേൾക്കാതെ കർത്താവ് നിന്നെ എടുക്കത്തില്ല. വിശ്വസിച്ചൊന്ന് ആമേൻ പറഞ്ഞ്. കണ്ണീരെല്ലാം തുരുത്തിയിലുണ്ട്. കരയാൻ ഒരു കാലം, തിരിക്കാൻ ഒരു കാലം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 34-ാമത് അധ്യായത്തിൽ കാണുകയാണ്. എന്താണ് നോക്കൂ, അവിടെ ദീന എന്ന് പറയുന്ന ഒരു മകളെക്കുറിച്ച് കാണും. ഒറ്റ പെങ്ങളൊക്കെ ഉള്ളൂ. അവൾ ആരായിരുന്നു? ദീനയായിരുന്നു അല്ലേ? ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം. ലേയ യാക്കോവിന് പ്രസവിച്ച മകളായ ദീന ഒരു ഫെമിനിസ്റ്റ് ആയിരിക്കണം ദീന, കേട്ടോ, ഫെമിനിസ്റ്റായിരുന്നു. ആൺപിള്ളേർക്കെല്ലാം കറങ്ങാൻ പോകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, 12 കടാമുട്ടന്മാരുണ്ട്, ഒരാളെ വിളിച്ചോണ്ടോ? അവർക്കൊറ്റയ്ക്ക് പോകാമെങ്കിൽ എനിക്കും എന്തു ചെയ്യാം? ഒറ്റയ്ക്ക് പോകാം. അവൾ ഒറ്റയ്ക്ക് പോയി. ആര്? ദീന ഒറ്റയ്ക്ക് പോയപ്പോൾ അബദ്ധം പറ്റി. അന്നേരേ പറഞ്ഞ ആരെങ്കിലും സഹോദരന്മാരെ കൊണ്ടുപോകാൻ, പക്ഷെ ഒറ്റയ്ക്ക് പോയി, അബദ്ധം പറ്റി കഴിഞ്ഞപ്പോൾ 2 സഹോദരന്മാർ. യുദ്ധത്തിനൊരു ധാർമ്മികതയുണ്ട്. ഏത് യുദ്ധത്തിനും ഒരു ധർമ്മനിഷ്ഠ വേണം. ആ മഹാഭാരതത്തിലൊക്കെ യുദ്ധം നടക്കുമ്പോഴൊക്കെ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. ധർമ്മം വേണം യുദ്ധത്തിന്. പക്ഷേ ഇവിടെ ചതിച്ചു. എന്താ കാര്യം എന്നറിയാമോ? അവരെ പരിച്ഛേദന കർമ്മം കഴിഞ്ഞിരിക്കുമ്പോൾ, വേദനപ്പെട്ടിരിക്കുമ്പോൾ ചതിച്ചെന്ത് ചെയ്തു? കൊന്നു. അപ്പോൾ ഈ അപ്പം പറയുന്ന ഒരു വിലാപമുണ്ട്. ഉൽപ്പത്തി 34:30. മക്കളെ നിങ്ങളെന്നെ നാറ്റിച്ചല്ലോ, മക്കളെ നിങ്ങളെന്നെ എന്ത് ചെയ്തു? നാറ്റിച്ചു. പക്ഷേ ഒടുവിൽ ഈ മക്കളുടെ അപ്പനാണ് യാക്കോബ് എന്ന് പറയുമ്പോൾ മിസ്രൈമിലുണ്ടായ സുഗന്ധവർഗ്ഗം ഇട്ടപ്പോൾ അവർ പറയുന്നു, ഇത് ഇസ്രായേലിയരുടെ മഹാപ്രലാപം. എത്ര ദിവസമാണ് സുഗന്ധവർഗ്ഗം ഇട്ടത്? തൻ്റെ മരണത്തിൽ. ഒരു കാര്യം ഓർത്തണം, നാറ്റിക്കപ്പെട്ട ഒരു കാലമുണ്ടെങ്കിൽ മാനിക്കപ്പെടുന്ന ഒരു കാലം വരും. നാറ്റിക്കപ്പെട്ട ഒരു കാലമുണ്ടെങ്കിൽ മാനിക്കപ്പെടുന്ന ഒരു കാലം വരും. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ് ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ ഒരു പെൺകുട്ടി. എനിക്ക് ആ പെൺകുട്ടിയോട് സഹതാപം. അവൾ മോശപ്പെട്ട ഒരു സ്ത്രീയല്ല. ജീവിതത്തിൽ തകർക്കപ്പെട്ടവൾ, കുഞ്ഞില്ലാത്തവൾ. അന്ന് പുനരുത്ഥാന പ്രത്യാശ കാര്യമായില്ലാത്തൊരു കാലം. മക്കളിലൂടെയാണ് മരിച്ചവർ ജീവിക്കുന്ന വിശ്വസിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ മക്കളില്ലാതെ പോയ ഒരുവൾ താമാർ. അവൾ ചെറുപ്പത്തിലെ വിധവയായപ്പോൾ അന്നൊരു ധർമ്മമുണ്ട്, ദേവരധർമ്മം.
മരിച്ചുപോയ സഹോദരൻ്റെ ജീവൻ നിലനിർത്താൻ, അല്ലെങ്കിൽ ഓർമ്മ നിലനിർത്താൻ, പൈതൃക നിലനിർത്താൻ സഹോദരനൊരു കുഞ്ഞിനെ കൊടുക്കണം. അവനും മരിച്ചപ്പോൾ അടുത്ത മകനെ അതിന് കൊടുക്കാതെ അപ്പൻ അവളെ വഞ്ചിച്ചു. പ്രായമാകുമ്പം വിളിക്കാം, വിളി വരും എന്ന് പറഞ്ഞുകൊണ്ട് താമാർ കാത്തിരുന്നു. പക്ഷേ വന്നില്ല. താമറിനെ മോശപ്പെട്ടവളായി കാണരുത്. താമർ ഒരു വേശ്യയല്ല, ജീവിക്കാൻ ഒരുങ്ങപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. എങ്ങനെങ്കിലും ഒരു കുഞ്ഞ് വേണം, എൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഓർമ്മ നിലനിർത്താൻ ഒരു കുഞ്ഞ് വേണം. അതിനവൾ ഉപയോഗിച്ച വഴി ഇച്ചിരി മോശമായിപ്പോയി. അങ്ങനെ യഹൂദ ഒരു കുഞ്ഞുണ്ടായി. അവൾ അവിടെ കാണുന്നു. കുഞ്ഞുണ്ടെത്തതുകൂടി അവൾ വേശ്യാവസ്ത്രം അഴിച്ചു വെച്ചു. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഒരാഗ്രഹിച്ചൊരു പെൺകുട്ടിയായിട്ട് കണ്ടാൽ മതി. അതിനവൾ വേശ്യാവസ്ത്രം ധരിക്കേണ്ടി വന്നു. പക്ഷെ കാലം മുമ്പോട്ട് പോയപ്പം മത്തായി സുവിശേഷത്തിൽ അവിടെ കാലം മാറ്റി. അവിടെ ചരിത്രം വേദപുസ്തക ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. വേശ്യാവസ്ത്രം കേട്ട് ജീവിതത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പോരാടാൻ ഇറങ്ങിപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒടുവിൽ എൻ്റെ വല്യമ്മച്ചിന്ന് വിളിക്കാൻ കർത്താവ് കരുണ കാണിച്ചെങ്കിൽ എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദൈവമാണ്. പേര് പോകാനൊരു കാലം, പേര് മാറാനൊരു കാലം, പേര് പോകാനൊരു കാലം, പേര് മാറാനൊരു കാലം. ജോസഫ് സഹോദരന്മാരാൽ ദേഷിക്കപ്പെട്ടു. 17 വയസ്സേ ഉള്ള ചെറുപ്പക്കാരന് കേട്ടോ, 17 വയസ്സുള്ള കുഞ്ഞ് പോയി. അവിടെ ചെന്നപ്പം പൊത്തിപ്പറിൻ്റെ വീട്ടിൽ ചെന്ന് മക്കളെ, അവനവിടെ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഷീ കാസ്റ്റ് ഹെർ ഐസ് ഓൺ ഹിം എന്നാണ്. മനോഹര രൂപണിയായിരുന്ന ചെറുപ്പക്കാരൻ്റെ മേൽ കണ്ണു പതിച്ചു. പക്ഷേ അവനൊരു കാര്യം ചെയ്തു, അവനും അവളും തന്നെ ഉള്ളൂ. അവൻ പറഞ്ഞു ഞാൻ യഹോവയോട് ദോഷം എന്ത് ചെയ്യത്തില്ല, പ്രവർത്തിക്കത്തില്ല, ഈ മഹാപാപം ചെയ്യത്തില്ല. വില കൊടുക്കേണ്ടി വന്നു. കാരാഗ്രഹവാസം 13 വർഷം. 30ാമത്തെ വയസ്സിൽ കൊണ്ട് നിർത്തി. ഏതാണ്ട് 10-13 വർഷം ഇരുണ്ട കാരാഗ്രഹത്തിൽ. അത് കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഉന്നത പദവി, പിന്നെ അതിൻ്റെ ഭക്ഷ്യമന്ത്രി, ഒപ്പം എല്ലാ പാണ്ഡികശാലകളുടെയും ചുമതല. ക്ഷാമം മുന്നോട്ട് കണ്ടുകൊണ്ട് ഏറ്റവും വലിയ സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് നടത്തി, ഭക്ഷ്യശേഖരണം നടത്തി. അങ്ങനെ എല്ലാം ശേഖരിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ക്ഷാമം വന്നപ്പോൾ പാണ്ഡികശാലകൾ തുറക്കാൻ തുടങ്ങിയപ്പോൾ ക്യൂ നിൽക്കുന്നവർക്കെല്ലാം ഫുഡ് കൊടുത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യോസഫ് വന്നിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, ഭാവനയായിരിക്കണമെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ കുറേ അച്ചായന്മാരുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. വിളമ്പാൻ സമ്മതിക്കത്തില്ല. നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. മാസയോഗത്തിനാണെങ്കിലും എന്താത്തിനാണ് പിടിച്ചു കൊടുക്കും. അവസാനം കുറേ മിച്ചം വരുത്തും. കൊടുക്കാൻ സമ്മതിക്കാത്ത കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അവിടെ ഉണ്ട്. ഇവിടെ അല്ല, കൊടുക്കാൻ സമ്മതിക്കുന്നത് അവർക്ക് വിളമ്പം ഇവിടില്ല. പിച്ചക്കാരില്ല, റാന്നിക്കാരുള്ളൂ. പൊക്കോട്ടെ, ദൈവം ലൈവാണ്. എനിക്ക് അവിടെ തിരിച്ച് പോകേണ്ടതാണ്. അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ ഓടിക്കുക. എന്നാലും ഞാൻ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ ഓരോരുത്തരൊക്കെ. അവരൊക്കെ ചിലപ്പോൾ ഇങ്ങനൊന്നും കൊടുക്കരുത്, പിടിച്ച് വെച്ച് കൊടുക്കണം. ജോസഫ് പറഞ്ഞ് പിടിച്ച് വെക്കുന്നില്ല, കൊടുത്തോട്ടെ, കൊടുക്കങ്ങോട്ട്. ഞാൻ ജോസഫോട് ചോദിച്ചു, ഇങ്ങനെ കൊടുക്കുക? ജോസഫ് എന്നോടൊരു മറുപടി പറഞ്ഞു, 13 വർഷം ബെല്ലടിക്കുമ്പം പോയി നിൽക്കണം. എന്തിനാ? ഭക്ഷണത്തിനാ. നിറച്ച് കൊടുക്കുമോ? ഇല്ല. ഏതാണ്ട് ഇച്ചിരി ചോറ് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കൂടെ ചോദിച്ചാൽ മൂത്ത ആൾ 2 അടിയൊക്കെ വെച്ച് പോടാന്ന് പറയും. പിന്നെ ബെല്ലടിക്കുമ്പം ഒരു പാത്രമായിട്ട് പോയി നിൽക്കും, കിട്ടുന്നു മേടിച്ച് കഴിക്കും. വിശന്നപ്പോൾ പലപ്പോഴും വിശപ്പിൽ ഉറങ്ങാതെ കിടന്നു. ക്യൂ നിൽക്കാനൊരു കാലം ഉണ്ടെങ്കിൽ ക്യൂ നിൽക്കുന്നവർക്ക് കൊടുക്കാനൊരു കാലം, ഭക്ഷണത്തിന് ക്യൂ നിന്ന് ഒരു കാലം, ക്യൂ നിന്നവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു കാലം. എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദൈവ. കരമടിച്ച് സ്തുതിച്ച്, ക്യൂ നിൽക്കാനൊരു കാലമുണ്ടെങ്കിൽ ക്യൂ നിൽക്കുന്നവർക്ക് വിളമ്പിക്കൊടുക്കാനൊരു കാലം, വായ്പ വാങ്ങാനൊരു കാലം, വായ്പ കൊടുക്കാനൊരു കാലം. ജോസഫ് ഇങ്ങനെ കൊടുക്കുക. പാപം ചെയ്യാഞ്ഞതിൻ്റെ പേരില്ല ഇതെല്ലാം വന്ന കേട്ടോ. CJ തോമസ് എന്ന് പറയുന്ന ഒരു നാടകകൃത്തുണ്ട്. അദ്ദേഹം ക്രിസ്തീയ മൂല്യങ്ങൾ അനുസരിച്ചാണ് നാടകം എഴുതി. ഇപ്പം നാടകങ്ങളും വായനയൊക്കെ കുറവാണെങ്കിലും പ്രശസ്തമായ ഒരു നാടകകൃത്തായിരുന്നു CJ തോമസ്. CJ തോമസിൻ്റെ ഒരു മലയാളം നാടകമുണ്ട്, എബ്രായക്കുട്ടി. ആ എബ്രായക്കുട്ടിയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം തൻ്റെ ഭാവനയിൽ പൂരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ജോസഫ് കാരാഗ്രഹത്തിൽ പോകുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു ബാക്കി രേഖപ്പെടുത്തിയിട്ടില്ല. എബ്രായക്കുട്ടി എന്ന ആ നാടകത്തിൽ CJ തോമസ് ഭാവന കാണുകയാണ്. ഈ പെൺകുട്ടിയുടെ ജോസഫ് കള്ളക്കഥ ഉണ്ടാക്കി കാരാഗ്രഹത്തിനടച്ച ശേഷം മറ്റൊരു ചെറുപ്പക്കാരനെ പൊത്തിഫർ അവിടെ നിയോഗിച്ചു. ഒരു ദിവസം പൊത്തിഫർ വരുമ്പോൾ കാണുന്നത് അവളും അവനും തമ്മിലുള്ള മോശപ്പെട്ട കാര്യമാണ്. അവനെ തൂറങ്കിൽ അടച്ചിട്ട് ഇവളെ തെരുവിലിറക്കി വിട്ടു പൊത്തിഫർ.
അവൾ തെരുവിലൂടെ അലഞ്ഞ് അവൾ CJ തോമസിൻ്റെ ഭാവനയിൽ ഒരു വേശ്യാസ്ത്രീയായിട്ട് മാറി. തെരുവ് വേശ്യയുടെ സകല ദുരന്തങ്ങളും അവളെ പിടിച്ചു. അവളുടെ ശരീരം ക്ഷയിച്ചു. അവൾ രോഗബാധിതയായി. അവൾ ചുമച്ചും കുരച്ചും ക്ഷീണിതയായി നിൽക്കുക. വിശപ്പടക്കാനാവാത്ത ഈ പാപം ആർക്കും വേണ്ടാതെ വന്നപ്പോൾ അവൾ ആരോ കേൾക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി വന്നപ്പോൾ നീണ്ട ഒരു ക്യൂ നിൽപ്പുണ്ട്. നീണ്ട ക്യൂവിൻ്റെ മുമ്പിൽ ജോസഫ് ഇന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ അവനെ പാപം ചെയ്യാൻ നിർബന്ധിച്ച ഒരുവൾ ഏറ്റവും പുറകെ നിൽക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് നാടകം അവസാനിപ്പിക്കുന്നത്. അവന് അവളെ മനസ്സിലായില്ല, പക്ഷേ അവൾക്ക് ജോസഫിനെ മനസ്സിലായി. എബ്രായക്കുട്ടി ഇങ്ങനെ നിൽക്കാനൊരു കാര്യമുണ്ട്. 17 പ്രലോഭനത്തിൽ നിന്ന് ഓടിപ്പോയത് കൊണ്ട് ഇന്നും പ്രസംഗിക്കപ്പെടുകയാണ് ജോസഫ്. കരമുയർത്തി സ്തുതിച്ച്. ക്ഷണികമാണ് ഈ ലോകം. ക്ഷണിക സുഖങ്ങളുടെ പേരിൽ നിത്യതയും ജീവിതവും നഷ്ടപ്പെടുത്തിയ എത്രയോ പേർ. ഈ അമ്പാറ്റകളെപ്പോലെ വെളിച്ചത്തിൽ ആകർഷിക്കപ്പെട്ട് ചിറകഴിച്ച് വീഴുന്ന നൂറുകണക്കിന് മിഥുനങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, എബ്രായക്കുട്ടി നമുക്കൊരു മാതൃകയാണ്. ജോസഫ്, അവനെ സഹോദരന്മാർ ദേഷിച്ചു. എന്താ? സ്വപ്നക്കാരൻ. പക്ഷേ ദ്വേഷിച്ച സഹോദരന്മാർ ഒടുവിൽ കാണുന്നത് അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. സഹോദരന്മാരാൽ ദേഷിക്കപ്പെടാൻ ഒരു കാലമുണ്ടെങ്കിൽ സഹോദരന്മാരാൽ മാനിക്കപ്പെടാൻ ഒരു കാലം, പുറത്താക്കാൻ ഒരു കാലം, ആദരിക്കപ്പെടാൻ ഒരു കാലം, ഒറ്റപ്പെടുത്താൻ ഒരു കാലം, ചേർത്ത് പിടിക്കാൻ ഒരു കാലം. കരമടിച്ച് സ്തുതിച്ച്, എൻ്റെ ദൈവം കാലം മാറ്റും. എൻ്റെ ദൈവം കാലം മാറ്റുന്ന ഒരു കാലം. എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം മാറ്റുന്ന ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നോക്കൂ, മോശയുടെ ഒരു കാലം. എങ്ങനെ ഞാൻ കുഞ്ഞിനെ വളർത്തുമെന്ന് ഓർത്ത് ഭാരപ്പെട്ട ഒരു അമ്മയുടെ ഒരു കാലം. പക്ഷേ ആ കുഞ്ഞിന് തന്നെ കാശ് മേടിച്ച് പാല് കൊടുത്ത ഒരു കാലം. എങ്ങനെ കുഞ്ഞിനെ വളർത്തുമെന്ന് ആ മാതാപിതാക്കൾ ചിന്തിച്ചപ്പോൾ ഒരു ദിവസം ഫറവോൻ്റെ മകൾ വന്നിട്ട് പറയുക, നീ ഇവന് പാല് കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് എന്ത് തരാം? ശമ്പളം തരാം. എല്ലാ അമ്മമാരോടും പറയട്ടെ, ഇത് ഒരമ്മയുടെ കാര്യമല്ല. ഈ മക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് ചൊല്ലും ചുളയും കൊടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ ശമ്പളം തരുന്നൊരു ദൈവമുണ്ട്. ഓരോ അമ്മയോടും കർത്താവ് പറയുന്നു, മോശക്കുഞ്ഞിനെ കൊന്നുകളയാ. ഈ കുഞ്ഞ് ജനിച്ചാൽ ഡോക്ടർ പറഞ്ഞ് കളഞ്ഞേക്കാൻ. ഡോക്ടർ പറഞ്ഞു അതിന് വളർച്ച കാണത്തില്ല, വേണേ അബോർട്ട് ചെയ്തേക്കാൻ. അമ്മ തീരുമാനിച്ചു അബോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ എത്ര കുഞ്ഞുങ്ങളുണ്ടായി. ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം, ചില കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പറായ മക്കളെയൊക്കെ കളയാതെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്. തമ്പുരാൻ പറയുന്നു, നിനക്ക് ശമ്പളം തരുന്നത് നിൻ്റെ ഭർത്താവല്ല, സ്വർഗത്തിലെ ദൈവം നിനക്ക് പ്രതിഫലം തരും. ഇന്ന് രാത്രി മക്കളെ ചേർത്ത് പിടിച്ച് കണ്ണീരോടെ പെട്ടകത്തിലാക്കി, എൻ്റെ കുഞ്ഞെ നിന്നെ കളയില്ല, ഫറവോൻ്റെ കൽപ്പനയ്ക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ഞാങ്ങണപ്പെട്ട ഉണ്ടാക്കി കണ്ണീരും ഉപവാസം കൊണ്ട് കീലും പശയും തേച്ച് അതിനെ ഒളിപ്പിക്കുന്ന ഓരോ അമ്മയോടും തമ്പുരാൻ പറയുന്നു, നിനക്ക് പ്രതിഫലം ഞാൻ തരും അമ്മ, നിനക്ക് പ്രതിഫലം ഞാൻ തരും. ഫറവോൻ്റെ പുത്രി ശമ്പളം കൊടുത്ത് അമ്മയ്ക്ക് പാല് കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി അമ്മയോട് പറയുക, നിൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഞാൻ പ്രതിഫലം തരും. കുഞ്ഞെൻ്റേതാ, നിങ്ങളുടേതല്ല. നിങ്ങൾ കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ടി വളർത്തുമ്പോൾ, നിങ്ങൾ കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. അമ്മമാരോടുള്ള ദൂത്, നിങ്ങൾക്ക് പ്രതിഫലം തരുന്നു സ്വർഗമാ. എല്ലാ അമ്മമാരും കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് സ്വർഗ. എനിക്ക് ഈ അമ്മമാരോടൊരു കാര്യം പറയാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിൽ അബ്രഹാം സാറയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നപ്പോൾ ഹാഗറിലൊരു കുഞ്ഞുണ്ടായി. സത്യത്തിൽ ആ പാവം അല്ല അത് ചെയ്തത്. ആരാ ഇതിനെല്ലാം ഇടനില നിന്നത്? സാറ ഇടനില നിന്നിട്ട് ഒരു കുഞ്ഞിനെ ഹാഗറിൻ്റെ വയറ്റിൽ കൊടുത്തു. ഹാഗറിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായപ്പം മുതൽ സാറയുടെ മട്ട് മാറി. എന്താ കാര്യം? ഇഷ്ടക്കേട്. അന്ന് വരെ അബ്രഹാം വരുമ്പോൾ ഹാഗർ അങ്ങ് പരിയമ്പറത്താ. സാറയാ വന്ന് കഞ്ഞി കൊടുക്കുന്നു, കൈലി കൊടുക്കുന്നു, കാപ്പി കൊടുക്കുന്നു, മോരും വെള്ളം കൊടുക്കുന്നു. ഇപ്പം കാലം മാറി. ഹാഗർ പതുക്കെ വന്ന് അബ്രഹാമിനോട് ചോദിച്ചു, മോരും വെള്ളം തരട്ടെ? ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇടി പോടി കുഞ്ഞ്, ഇടി പോടി കുഞ്ഞ്. കുഞ്ഞിൻ്റെ അപ്പനായതുകൊണ്ട് അവൾക്കൊരധികാരം. സാറാ തീരുമാനിച്ചു ഇവളെ ഓടിക്കണം. കാഠിന്യം തുടങ്ങി. എന്ത് ചെയ്തു? ഓടിച്ചു. സത്യമല്ലേ? സഹോദരിമാർ ചിന്തിച്ചാൽ, മനസ്സ് വെച്ചാൽ ആരെ ഓടിക്കത്തില്ലേ? ആരെ ഓടിക്കും? ഏത് പാസ്റ്ററെ ഓടിക്കണമെങ്കിലും ഇവർ ചിന്തിച്ചാൽ മതി.
സത്യഭാഷ. ഇവർ പറയുക അച്ചായൻ കമ്മിറ്റി ബഹളം വെക്കുമ്പോൾ ഇനി വാ അവിടെ പോയി ബഹളം വെച്ചിട്ട് വാ ഞാൻ കാണിക്കാം, ഇനി വാ വീട്ടിലോട്ട്. മിണ്ടുവോ? ചെക്കിങ്ങി വാ, കഞ്ഞി വെള്ളം തരത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവും. പുള്ളി മിണ്ടുവോ? മിണ്ടത്തില്ല. പലപ്പോഴും ഇളക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല, പറയാതെ പറഞ്ഞാൽ സാറായുടെ കഥ അല്ലേ? ആകെ ഓടിപ്പോയി. ദൂതൻ പറഞ്ഞു നീ പോവല്ലേ, നീ വീട്ടിൽ പോ. 14 വർഷം ഇസാക്ക് ജനിക്കാൻ, മുലകുടി മാറാൻ 3 വർഷം, ഏകദേശം 17 വർഷം. 17 വർഷം ഹാഗർ സഹിച്ചവിടെ നിന്നു, കഷ്ടതയുടെ നെല്ലിപ്പലക. 17 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ ഇറക്കി വിട്ടു, അമ്മയും മോനെയും കൂടെ. ഈ കുഞ്ഞ് അമ്പമ്പാട് ദൂരത്ത് പോയി തളർന്ന് കിടക്കുക. കൊച്ചു കുഞ്ഞല്ല, ബാലൊന്നും അല്ല കേട്ടോ, ചിന്തയാ. 17 വയസ്സുണ്ട്. 17 വയസ്സുള്ള കുഞ്ഞിനാണോ ആരോഗ്യം, അമ്മയ്ക്കാണോ? 17 വയസ്സുള്ള കുഞ്ഞിനാണോ ആരോഗ്യം, അമ്മയ്ക്കാണോ? കുഞ്ഞിനാ. പക്ഷേ ഈ കുഞ്ഞ് താണ്ടെ പോയി കിടക്കുക, ഇപ്പം ചാകും. നമ്മുടെ പിള്ളേർ ഇതുപോലെ എന്താ പറഞ്ഞാലും അവർക്ക് ഇപ്പം ചാകണം. എന്തിനു എഴുതുന്നു? ഒറ്റ കാര്യം, ഞാൻ ചത്തുകളയും. പരീക്ഷ തോറ്റാൽ ചാകും, പരീക്ഷ ജയിച്ചാലും സങ്കടം, ഐഫോൺ കിട്ടിയാൽ സങ്കടം, ഐഫോണിൽ അവളെ ബ്ലോക്ക് ചെയ്താലും അവൾ ചാകും. ഏതിനും ഒറ്റ കാര്യം അറിയത്തുള്ളൂ, എന്ത് ചെയ്യുക? ചാകുക. ആൺപിള്ളേർ ഇത് തന്നെയാണ്. പ്രണയം പൊട്ടിയാൽ ചാകും, എല്ലാത്തിനും ചാകുക. പ്രണയം വന്ന് പെണ്ണ് അവനെ ചതിച്ചു, ചാകാൻ പോകുന്ന ചെറുക്കനോട് ഞാൻ പറഞ്ഞു മോനെ ചാകല്ലേ. എന്താ കാര്യം? പ്രൈവറ്റ് ബസ്സിന് കാത്തിരിക്കുന്ന പോലാണ് പ്രേമം. ഒരു വണ്ടി പോയാൽ അടുത്ത വണ്ടി വരും. നീ ചാകല്ല മക്കളെ. ഏതെങ്കിലും ആ വണ്ടിയിൽ ആളാണെങ്കിൽ അടുത്ത വണ്ടി വരുവടാ. ഏതെങ്കിലും ഒരു വണ്ടി കാലി അടിച്ച് വരുമ്പോൾ നീ അങ്ങ് കയറിയാൽ മതി. കയറാനൊക്കെ ചാകല്ലേ മക്കളെ. എന്നാൽ ഈ മക്കളൊക്കെ എന്തു ചെയ്യും? ചാകാൻ തുടങ്ങുക. പക്ഷേ ഈ അമ്മയ്ക്കൊരു കഴിവുണ്ട്. 17 വർഷം കാഠിന്യം സഹിച്ച അമ്മ അവളെ താങ്ങിപ്പിടിച്ചു. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടവരാ. നിങ്ങൾ ചെന്ന് കല്യാണം കഴിച്ച് കയറിയപ്പോൾ ആ വീട്ടിൽ ശക്തയായ അമ്മായിമ്മയുടെ പോര് കുറേ കൊണ്ടതാണ്. നാത്തൂന് ഒട്ടും മോശമല്ലായിരുന്നു. എല്ലാവരും കൂടെ ഒരു കെട്ട് തുണി കൊണ്ടങ്ങോട്ട് ഇടുമായിരുന്നു കഴുകിക്കൊള്ളാൻ. മിണ്ടാതെ പോയി കഴുകി കയറി വന്നില്ലേ. ഗർഭിണിയായിരിക്കുമ്പോൾ എന്ത് കഷ്ടപ്പെട്ടതാണ്. ഒറ്റ കാര്യത്തിനാണ് ഈ പിള്ളേരെ താങ്ങിപ്പിടിക്കാൻ കരങ്ങൾക്ക് ശക്തിയുണ്ട്. തളർന്നു പോകുന്ന പിള്ളേരോട് പറയണം സാരയില്ലടാ, അമ്മ ഇതിനൊക്കെ അപ്പുറം പോയതാ, പക്ഷെ തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയാൻ കഴിവുള്ള കരുത്തുറ്റ കരങ്ങളിനകത്തുണ്ട്. വരും തലമുറയെ താങ്ങിപ്പിടിക്കാൻ നിങ്ങൾ കഷ്ടം സഹിച്ച എന്തിനാണെന്നറിയാമോ? അടുത്ത തലമുറയെ താങ്ങാൻ. ആ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറ, മരിച്ചാൽ മതിയെന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ താങ്ങിപ്പിടിക്കാൻ തമ്പുരാൻ നിങ്ങളുടെ കരങ്ങൾക്ക് ഇരട്ടി ശക്തി തരും. കരങ്ങളടിച്ച് സ്തുതിച്ചേ. വെറുതെ ഇരിക്കരുത് ആരും. നോക്കൂ, കാലം മാറ്റുന്ന ദൈവമുണ്ട്. മുമ്പോട്ട് പോകുകയാണ്. അതീവ സുന്ദരിയായിരുന്ന ആ സഹോദരി. പക്ഷേ അവൾ വിജാതിയായിരുന്നു. ഒരു ശാപത്തിൻ്റെ കണ്ണിയൂടെ ഉണ്ടായിരുന്നു. അവിടെ ഭർത്താവ് മരിച്ചു, ഭർത്തൃ സഹോദരൻ മരിച്ചു, അമ്മ ഇപ്പം മരിച്ചു. 2 വിധവയാര അമ്മമാർ ജീവിക്കാൻ തീരുമാനിച്ചു. അവരവിടുന്ന് തിരിച്ച് നടന്ന് ബേത്ലഹേമിൽ വന്നു. എന്നിട്ട് ബോവസിൻ്റെ ആ കളത്തിൽ ചെന്നിട്ട് കാലാ പറക്കാൻ വേണ്ടി ചോദിച്ചു. സുന്ദരിയായ പെൺകുട്ടി. പക്ഷെ ഇന്നവളെ കണ്ട സൗന്ദര്യമില്ല. പാറിപ്പറന്ന ചെമ്പിച്ച മുടി, എണ്ണ കണ്ടിട്ട് ഒത്തിരി നാളായി. ആ സാരിയെല്ലാം ചവണ്ട സാരി, മാറാപ്പൊക്കെ പുതച്ചവൾ വരികയാണ്. അവൾ ചോദിച്ചു കാലാ പറക്കിക്കോട്ടെന്ന്. കാലാ പറക്കുന്നൊരു കാലം ഉണ്ടെങ്കിൽ രൂത്തിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് കാലായുടെ ഉടമസ്ഥയായിക്കൊണ്ട. എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദയ്യ. കാലാ പറക്കിയവളെ കാലായുടെ ഉടമസ്ഥയാക്കി. ചിലപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്, തറവാടുകളൊക്കെ ആയിട്ട് കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ കല്യാണമെല്ലാം ഉറച്ചൊക്കെ അല്ലെങ്കിൽ വാക്ക് പറയുമ്പോൾ കാരണവന്മാർ മാറ്റി നിർത്തി പറയുന്നു, വേണോ വേണ്ടായോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്താ കാര്യം? നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. ഇവൻ്റെ വല്യപ്പൻ നമ്മുടെ ടാപ്പിങ്ങാരനായിരുന്നു. അപ്പം നമുക്ക് വേണോ? പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേർ പറഞ്ഞ മിണ്ടണ്ട, അവന് ഭയങ്കര ജോലിയാണ്, 2-3 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അച്ചായ, മിണ്ടാരി. എന്നാലും ടാപ്പിങ്ങുകാരനാണ്. കാര്യമുണ്ടേ, ഈ വല്യപ്പൻ വെളുപ്പിനെ ടാപ്പിങ്ങിന് പോകുമ്പോൾ വളഞ്ഞു കുത്തി ടാപ്പ് ചെയ്യുമ്പോൾ അമ്മച്ചിയുടെ കൂടെ പോവും. എന്തിനാ? വിളക്ക് കാണിക്കാൻ. 2 പേരും കൂടെ ടാപ്പിങ് കുത്തി ചെയ്തപ്പം അയാളൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, പിള്ളേരുടെ ഗതികേടൊന്ന് മാറ്റിയേക്കണേ. പിന്നെ ആ കിട്ടിയ ഒട്ടുപാലും പറിച്ച് വിറ്റ് അതിൻ്റെ ദശാംശം കൊണ്ടുവന്ന് സഭയെ കൊടുത്ത് ആരും ഇടയോഗം ഏക്കാഞ്ഞപ്പം, അച്ചായന്മാരെ ഏക്കാഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ വെച്ചോളാൻ. പലരും ഇടയോഗം ക്യാൻസൽ ചെയ്ത് എന്തിനാ? കാപ്പി വേണോ വേണ്ടായോ? അവസാനം കമ്മിറ്റി കൂടി തീരുമാനിച്ചു കാപ്പി കൊടുക്കണ്ട. കാപ്പി ഉണ്ടെങ്കിൽ ആരും വെക്കത്തില്ല. അച്ചായൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ വെച്ചോളാൻ. ടാപ്പിങ് കുത്തി
കിട്ടിയ പൈസയ്ക്ക് കാപ്പിയും വെച്ച് ചോറും വെച്ച് പാസ്റ്റർമാരെ വീട്ടിൽ കൊണ്ടുവന്ന് കഞ്ഞിയും ചോറും കൊടുത്ത് പോയപ്പം തമ്പുരാൻ തീരുമാനിച്ചു കാലം മാറ്റണമെന്ന്. അവൾ പുറകിയ ഒരു കാലമുണ്ടെങ്കിൽ കാലായുടെ ഉടമസ്ഥയാകുന്ന ഒരു കാലം വരും. കരങ്ങളടിച്ച് സ്തുതിച്ച് ദൈവം കാലം മാറ്റുന്ന ദൈവമാണ്. കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം. ഹന്ന കരഞ്ഞൊരു കാലമുണ്ട്. കർത്താവേ, ഇവിടെ ഒരു പെൺകുട്ടി നിപ്പുണ്ടായിരുന്നു, യജമാനനെ നിപ്പുണ്ടായിരുന്നു ഇവിടെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. ആ സ്ത്രീ ഞാനാ. അവൾ നിന്ദിക്കപ്പെട്ട ഒരു കാലം, അവളൊരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ ഒരു കാലം. പിന്നെ ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്ന ശമൂവേലിന് ജന്മം കൊടുത്ത ഒരു കാലം. എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദൈവം. കരങ്ങളടിച്ച് സ്തുതിച്ച് കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ ഒരു കാലം. പിന്നെ കുഞ്ഞിൻ്റെ വളർച്ച കൺകുറുക്കെ കണ്ടുകൊണ്ട് ആണ്ടുതോറും ദേവാലയത്തിൽ വരുമ്പോൾ ദാൻ മുതൽ ബേർശേബ വരെ, അർത്ഥം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അവൻ പ്രശസ്തനായ ഒരു കാലം. നിൻ്റെ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ ഒരു കാലമുണ്ടെങ്കിൽ അവൻ്റെ പ്രശസ്തി കാണാൻ ദൈവം അവസരം തരുന്നൊരു കാലമുണ്ട്. എൻ്റെ ദൈവം കാലം മാറ്റുന്ന ദൈവമാ. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്യും? കാലം മാറ്റും. എസ്തേർ, അവൾ ബാല്യത്തിൽ ആരായിരുന്നു? അനാഥയായിരുന്നു. അനാഥത്വം ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. അനാഥത്വം ചെറിയൊരു കാര്യമല്ല. അനാഥ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബെല്ലടിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് 3-4 വയസ്സുള്ള കൊച്ചു പിള്ളേർ ഉൾപ്പെടെ പ്ലേറ്റും കൊണ്ട് പോയി നിൽക്കാം. എന്നിട്ടോ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കും. കഴിക്കുമോ? കഴിക്കും. അവർക്കറിയാം ആരും എന്ത് ചെയ്യത്തില്ല, വിളമ്പി കൊടുക്കത്തില്ല. കൊച്ചു പിള്ളേർ വല്ല കഴിക്കും. എന്നാൽ നമ്മുടേനോടൊക്കെ വിളമ്പി വെച്ചിട്ട് വരാൻ, ഇപ്പം വരാവുന്ന, കഴിച്ചോളാവുന്ന, ഇതെൻ്റെ ഒരു സോക്കേടാ, എനിക്കറിയത്തില്ലയോ. എന്നാ കാര്യം? പുറകെ നടക്കാൻ ഒരാളുള്ളത് കൊണ്ടാ. അല്ലേ കഴിക്കത്തില്ലേ? വേണ്ടാന്ന്, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് ഇതെന്നെ മനസ്സിലാകത്തില്ലയോ? മക്കളെ, പുറകെ നടക്കാൻ ഒരാളുള്ളത് കൊണ്ടാണ്. പക്ഷേ അനാഥ കുഞ്ഞിന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വീട്ടിലൊക്കെ ഇച്ചിരി നിന്നൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പഠിച്ച ഹോസ്റ്റലിൽ സീനിയർ ക്ലാസ് ഒത്തിരി പ്രായമായപ്പോഴാണ് ഹോസ്റ്റലിൻ്റെ അവധിയുടെ ദിവസം വന്നു. എല്ലാവരും പോവുക, ഭയങ്കര ആഘോഷം, ഒരു സന്തോഷമാണ്, വീട്ടിൽ പോവുക. ആ സമയത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്കിരിക്കുക. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അവൾ. നമുക്ക് പ്രായമുണ്ട്, 10-28 ഞങ്ങൾ നല്ല പ്രായത്തിലാണ്, കൊച്ചു പിള്ളേരല്ല. അവളോട് ചോദിച്ചു, നീ എന്നെ പല്ലായിരിക്കുക? അവളോട് ചോദിച്ചു, നിനക്കെന്നെ വൈ ആർ യു സോ ഹാപ്പി? ഞാൻ പറഞ്ഞു, നാളെ വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷം. അവളെന്നെ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, നിനക്കറിയോ ഞാൻ എവിടാ പോവുക? ഞാൻ നാളെ എൻ്റെ അനാഥശാലയിലെടാ പോകുന്നത്. അവിടെ എന്നെ കാത്ത ആരടാ ഇരിക്കുക? അടുത്തൊരു വാക്ക് എൻ്റെ മനസ്സ് മുറിഞ്ഞു പോയി. വെക്കേഷൻ ഡസൻറ്റ് മേക്ക് എനി സെൻസ് ഇൻ മൈ ലൈഫ്. അവധിക്ക് എന്തർത്ഥമാടാ? അവിടെ ആരാ? നിനക്ക് വീട്ടിൽ പോകുന്നത് വീട്ടുകാരെ നോക്കിയിരിക്കുന്നുണ്ടല്ലേ? എന്നെ കാത്ത ആരായിരിക്കുക? അവൾ അനാഥയായിരുന്നു എസ്തേർ. അവളെ കാത്ത ആരെയില്ല. എന്നിട്ടും മൊർദെഖായി ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു പെണ്ണിനെ കൊണ്ട് നടന്നു. പക്ഷെ അവിടെ യൗവനത്തിൽ അവൾ രാജ്ഞിയായിരുന്നു. കാലം മാറ്റി ഒരു പെണ്ണിൻ്റെ. എനിക്ക് വസ്തിയോട് ഒരു പിണക്കയില്ല. അവൾ മോശപ്പെട്ട പെണ്ണല്ല. അവളാണ് ശരിക്കും പെണ്ണ്. തെറവുള്ളൊരു പെണ്ണായിരുന്നു. ആര്? വസ്തി. എന്താ കാര്യം? ഭർത്താവ് പറഞ്ഞ് പോയി അവിടെ അഴിഞ്ഞാടാൻ. അവൾ പറഞ്ഞ് എന്നെ കിട്ടത്തില്ലെന്ന്. അവളാണ് പെണ്ണ്. പക്ഷേ തമ്പുരാൻ അവളോട് പിണക്കുണ്ടായിട്ട് മാറ്റിയല്ല, ഈ അനാഥ പെണ്ണിനെ ഒന്ന് ഉയർത്താൻ വേണ്ടി മാറ്റിയെന്നേ ഉള്ളൂ. ബാല്യത്തിൽ അനാഥ, യൗവനത്തിൽ രാജ്ഞി. എൻ്റെ ദൈവം കാലം മാറ്റും കേട്ടോ. ഈ രാത്രി കാലം മാറ്റുന്നൊരു ദൈവം വന്നിട്ടുണ്ട്. കാലം മാറ്റുന്നൊരു ദൈവമുണ്ട്. കരങ്ങളടിച്ച് സ്തുതിച്ചേ. 12 വർഷമായിരുന്നു രക്തസ്രാവം. പക്ഷേ എൻ്റെ ദൈവം കാലം മാറ്റി. 18 വർഷമായിരുന്നു അവൾ കൂനിയായി പോയത്. എൻ്റെ തമ്പുരാൻ കാലം മാറ്റി. 38 ആണ്ട് അവൻ കടക്കേ കിടന്നത് കുളക്കടവിൽ. ദൈവം കാലം മാറ്റി. പിറവിയിലെ അവൻ കുരുടനായിരുന്നു. എന്തിച്ചത് നമ്മുടെ പാപങ്ങളെ മാറ്റാൻ. അത് വ്യക്തിപരമായി സ്വീകരിക്കുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുക. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണം നമ്മുടെ മരണമാക്കാനാണ് സ്നാനമുള്ളത്. എന്തിന്? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. 2000 വർഷം മുമ്പ് മരിച്ച കർത്താവ് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവർ ആ മരണം വ്യക്തിപരമായി നമ്മുടെ മരണമാറ്റി അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടെങ്കിലേ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കത്തുള്ളൂ. അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സ്നാനം. റോമാലേഖനം 6-ാം അധ്യായം കൃത്യമായി പറയുന്നു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ ബാക്കി പൂരിപ്പിച്ചേ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഒന്നുകൂടെ പറഞ്ഞ്, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും. എന്തിനാ ഈ സ്നാനത്തിന് ഇത്ര പ്രശ്നമുണ്ട്? ഒറ്റ പ്രശ്നം ലോകത്തിനുള്ളത്, മരിക്കുകയാണ്. ലോകത്തിന് മരിക്കും, പിന്നെ ലോകത്തിന് നിൻ്റെ മേൽ പിടുത്തമില്ല.
ആ പിടുത്തത്തിൻ്റെ അവസാന കണ്ണിയും പൊട്ടും സ്നാനപ്പെടുമ്പോൾ. അതുകൊണ്ടാണ് സ്നാനത്തിൻ്റെ സമയത്ത് ഭയങ്കര പിടിവലി. എന്താ കാര്യം? ആന്തരിക സംഘർഷം, ബാഹ്യ സംഘർഷം. ഒറ്റ കാര്യം, അവൻ്റെ പിടി പൊട്ടുക. എന്നാൽ ആ പിടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചു വെക്കാൻ ഒന്നും നോക്കത്തില്ല. മരണത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. അതുകൊണ്ട് തന്നെ സ്നാനം കർത്താവിൻ്റെ മരണത്തോട് ചേരാൻ വേണ്ടിയാണ്. പലപ്പോഴും സ്നാനപ്പെടുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. വളരെ പൊക്കം കുറഞ്ഞ ഒരു സാധുവായ സ്ത്രീ, സാധാരണക്കാരിയ ഒരു പഴയ ANM നേഴ്സ് റോഡിലൂടെ വരുമ്പോൾ ഒരു ആറ്റിൻ്റെ അവിടെ ഒരു സ്നാനം നടക്കുന്നു. ഒരപ്പച്ചൻ വിളിച്ചു ചോദിക്കുന്നു, ഇതാ വെള്ളം, സ്നാനമേൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? മുന്നും പിന്നെ നോക്കിയില്ല, ഉടുതുണിക്കും മറുതുണിയില്ല, ചാടി ഇറങ്ങി. അന്ന് വയസ്സ് 10-24. മറ്റാരും ആയിരുന്നില്ല, എൻ്റെ അമ്മയായിരുന്നു. സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ ഉടുക്കാൻ തുണിയില്ലായിരുന്നു. ആരോ കൊണ്ട് കൊടുത്ത് പുതപ്പിച്ചാൽ കെട്ടിക്കൊണ്ട് വന്നേ. പക്ഷെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആയിരക്കണക്കിന് പേരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. ഒറ്റക്കാരി അന്നൊറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ടാണ്. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് രാത്രി കർത്താവിനോട് മരണത്തോട് ചേർന്ന, അന്ന് ആരോടും ചോദിക്കാതെ, ആ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. അതിൻ്റെ ബ്രാഞ്ചുകൾ എത്രയിടത്തുണ്ട്, എന്തുമാത്രം ദൈവദാസന്മാർ, എന്തുമാത്രം സഭകൾ, എന്തുമാത്രം ദൈവമക്കൾ, കുടുംബങ്ങൾ. ഒറ്റ കാര്യം, അന്നൊരാളിങ്ങനെ ഇറങ്ങിയതുകൊണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവിൻ്റെ മരണമെന്ന ആ മരണത്തോട് അനുരൂപപ്പെടാൻ വെച്ചിരിക്കുന്ന സ്നാനത്തിൽ അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് സ്നാനപ്പെടണമെന്ന് ഞാൻ പറയത്തില്ല. ദൈവം ഒരു അവസരം തന്നാൽ എനിക്കതിന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ അതിനുവേണ്ടി ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ ക്യാമറകൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓഡിയൻസിൽ നിന്ന് ക്യാമറ ഒന്ന് മാറ്റാണ്. കാരണം അത് അവിടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ്. സോറി. എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിക്കേ. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. വത്സല്യ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പുറകെ കണ്ട കൈവൃത്തിയ കരത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് കർത്താവിനോട് ചേരാൻ തീരുമാനിച്ച ഈ സഹോദരങ്ങളെ ഞങ്ങൾ ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരൊറ്റയ്ക്കല്ല കേട്ടോ. നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ വലിയൊരു കുടുംബം ആളുകൾ ഇറങ്ങും. നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേരും. നിങ്ങൾ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരും. ഏകനായി വിളിച്ച് അബ്രഹാമിനെ വർദ്ധിപ്പിച്ച ദൈവം ഇന്ന് രാത്രി തീരുമാനിച്ചോട്ട് പറയുക, നിങ്ങൾ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിങ്ങളുടെ പക്ഷം ചേരും. യേശുവിൻ്റെ നാമത്തിൽ ഈ കരങ്ങൾ ഉയർത്തിയ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവിനാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങളെ താഴ്ത്തിട്ടാണ്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യമാണ് കർത്താവിൻ്റെ വേല ചെയ്യുക, കർത്താവിൻ്റെ പ്രചാരകരായിരിക്കുക. അതിപ്പരെ ഒരു ഭാഗ്യമില്ല. ഞാൻ നിങ്ങൾ അമ്മമാരോടും പിതാക്കന്മാരോടും ചോദിക്കട്ടെ, എൻ്റെ കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവൻ്റെ ഇഷ്ടമല്ലേ, അവിടെ ഇഷ്ടമല്ലേ? ആയിക്കോട്ടെ. നേഴ്സിങ്ങിനെ വിട്ടത് നമ്മുടെ കൂടെ ഇഷ്ടമല്ലായിരുന്നു, എഞ്ചിനീയറിംഗ് വിട്ടത് നമ്മുടെ കൂടെ ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ കൺസെൻറ്റ് കൊടുക്കാൻ തമ്പുരാൻ അവിടെ ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണെന്ന് കൺസെൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പേരൻസ് എന്ന് കരയുയർത്തിക്കുക. ദൈവം നിങ്ങളെ പിതാവേ, തങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിരുപാധികം കൊടുക്കാൻ ദൈവസന്ധി തീരുമാനിച്ച് കര ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ മാതാപിതാക്കളെ ഞങ്ങൾ പുത്രനാം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കുഞ്ഞുങ്ങൾ ആ തീരുമാനത്തിൻ്റെ പാതയിലേക്ക് വരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ